ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ 100 കണക്കിൽ മൃതദേഹങ്ങൾ ഇവിടെ മറവ് ചെയ്തിക്കണെന്ന്. ആ 100 കണക്കിൽ മൃതദേഹങ്ങളിൽ പലതും പട്ടുസാരി ഉടുത്ത മലയാളി സ്ത്രീകളതാണെന്ന് ആള് പറഞ്ഞതാ. അപ്പം അത് അന്വേഷിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഓൾറെഡി ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മിസ്സിങ് ഉണ്ട്. ഈ ആളുകളെ പറ്റിയിട്ടും ഇതിൻ്റെ ഒരു ദുരൂഹത മറനീക്കി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തിയത്. ഈ പോരാട്ടത്തിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടകൾ മറ്റുള്ള ആർക്കും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ജോലിയല്ല, നമ്മളെ കൂടെയുള്ള ആരും അത് ചെയ്യാനും ഉദ്ദേശിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക, വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ അന്വേഷണം ഇപ്പം ഏത് രീതിയിലേക്ക് പോകണമെന്നുള്ളത് പൊതുസമൂഹം കാണുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ പിന്നിൽ നിന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പല കേസിലാണ് അറസ്റ്റ് ചെയ്തത്. പലരും വിചാരിക്കുന്നത് വേറെന്തോ ഇവിടെ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിലാണ് ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദു ആളുകളുടെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നല്ല അറസ്റ്റ് ചെയ്തത്. സത്യത്തിൽ ഈ ഇപ്പം മഹേഷ് തിമുരടിനെ അറസ്റ്റ് ചെയ്തത് എന്താ? കർണാടകയിലുള്ള RSSന്റെ ഒരു നേതാവിനെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് അതിനെ തടസ്സം സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് ബാക്കിയുള്ള 35 പേർക്കെതിരെ FIR ഇട്ടത്. അതിൽ തന്നെ മറ്റൊരു ഗിരീഷ് മട്ടന്നൂർ എന്ന് പറഞ്ഞ ഒരു ആളെ ഈ ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരാൾ ഒറ്റ ദിവസം കൊണ്ട് 20 FIR ഇട്ടത്. പിന്നെ അതേപോലെ അഡ്വക്കേറ്റ് ജഗദീഷ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലെ ലോയറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നായ്ക്കളടക്കം കൊന്നിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ട്. പിന്നെ ഷമീർ MD 2 വീടാണ് ഉള്ളത്. ആ 2 വീട്ടിലും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള അത് ആയോ എന്നുള്ള അറിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു നരനായാട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കേണ്ട ഇതൊക്കെ അനുഭവിക്കാൻ റെഡി ആവണമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഇറങ്ങാവൂ. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നീതി ലഭിക്കാത്ത ഒരു കേസ് അത് ജനസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. സമൂഹത്തിന് മുന്നിൽ എന്താ പറയുക, വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് ഈ കേസ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്ര തന്നെ.